ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. മാറമ്പിള്ളി MES കോളേജിലായിരുന്നു നമുക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നത്. എറണാകുളം ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ നടത്തിയിരുന്നത്. നമുക്ക് CDS ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ എക്സിബിഷൻ ഉണ്ട്, നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരു ഐഡിയയും ഇല്ല, നമ്മളിതിന് മുമ്പൊന്നും ഒരു എക്സിബിഷനിൽ ഇതുവരെ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ അവിടുത്തെ മേഡം പറഞ്ഞു, നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പ്ലാൻസുമായിട്ട് വന്നാൽ മതി, ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാലും ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ 8 മണിക്ക് പ്ലാൻസൊക്കെ ആയിട്ട് നമ്മളിവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. നല്ല അറേഞ്ച്മെൻറ്റിൽ നമുക്ക് പ്രത്യേക സ്റ്റാളുകളൊക്കെ ഇട്ട് നമ്മുടെ നഴ്സറിയുടെ ഡീറ്റെയിൽ ഉൾപ്പെട്ട ഒരു ബാനറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുകയായിരുന്നു. നമുക്കൊന്നും തന്നെ അറിയേണ്ടി വന്നിട്ടില്ല. ശരിക്കും കുടുംബശ്രീയുടെ നല്ലൊരു എക്സിബിഷനായിരുന്നു ഇത് കേട്ടോ. നമ്മൾ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് നമ്മൾ വലിയ രീതിയിലേക്ക് മാറിയത് കുടുംബശ്രീയുടെ ഒരു സഹായത്തോടു കൂടിയാണ്. അത് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ പ്ലാൻസ് മാത്രമാണ് കൊണ്ടുവന്നത്, ബാക്കി എല്ലാം ഇവിടെ റെഡി ആയിരുന്നു. നമ്മുടെ നഴ്സറിയുടെ ഡീറ്റെയിൽ ഉൾപ്പെട്ട ബാനർ വരെ ഇവരുടെ സെറ്റായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പല ടൈപ്പ് വെറൈറ്റി സ്റ്റാളുകളിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ സ്റ്റാളിൻ്റെയും വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം നമുക്ക് സെയിൽ നടക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാളിൻ്റെ അടുത്തുനിന്ന് മാറാൻ സാധിച്ചിരുന്നില്ല. ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ പ്ലാൻസ് മേടിക്കാനും അതേപോലെ തന്നെ പ്ലാൻസിനെ കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ എറണാകുളം ജില്ലാ മിഷൻ്റെ അവിടുത്തെ സാറുമാരൊക്കെ വന്നിരുന്നു. അവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ NSS സ്റ്റുഡൻസ് അവർ നല്ലൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ പ്ലാൻസ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ചില സ്റ്റുഡൻസൊക്കെ വന്നിട്ട് ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ പറഞ്ഞിട്ട് സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനും സംശയം പ്ലാൻസ് കണ്ടപ്പോൾ പിന്നെ അത് ഒറിജിനലാണോ എന്നൊക്കെ പറഞ്ഞ് ഇത് അടിപൊളിയായിട്ട് നോക്കണുണ്ടോ. ഇവരാണ് കേട്ടോ നമ്മുടെ കൂടെ NSSൻ്റെ സപ്പോർട്ടായിരുന്നത്. ഇവർ രണ്ടുപേരുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.